ചാത്തന്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ 3 എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 1ഉം 2ഉം കണ്ട് അത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും ദയവായി കമന്റും ചെയ്യുക. എപ്പിസോഡ് 3 നമ്മൾ പറയാൻ പോകുന്നത് ഡൈറ്റ്ലോവ് പാസ് ഇൻസിഡന്റിനെ പറ്റിയാണ്. 1959 സോവിയറ്റ് റഷ്യയിലെ ഒരു പർവ്വത പരിസ്ഥിതിയിൽ 9 യുവ മൗണ്ടനേഴ്സ് ഒരു ഡേഞ്ചറസ് ഹൈക്കിന് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരും മരിച്ച നിലയിൽ കണ്ടെത്തപ്പെടുന്നു. ശരീരങ്ങൾ അമാനുഷികമായി തകർന്ന നിലയിൽ. പലർക്കും കണ്ണുകൾ പോലുമില്ല. ഇതാണ് ഡൈറ്റ്ലോവ് പാസ് ഇൻസിഡന്റ്. ഇതുവരെ തീർച്ചയായും മറുപടി കിട്ടാത്ത ഒരു ഭൂതപൂർവ ദുരന്തം. ഇഗോർ ഡൈറ്റ്ലോവ് എന്ന 23-കാരനായ റഷ്യൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നയിച്ച 9 പേരടങ്ങുന്ന ഈ സംഘം യുറൽ മൗണ്ടൻസിലെ ഒട്ടോട്ടൻ പർവ്വതം കയറാനായി പുറപ്പെട്ടു. ജാനുവരി 23, 1959 അവർ ട്രെയിനിൽ നിന്ന് യാത്ര തുടങ്ങി. ശേഷം സ്കീസ് ഉപയോഗിച്ച് ഐസ് കവേർഡ് വുഡ്സിലൂടെ അവരുടെ യാത്ര. ഫെബ്രുവരി 1-ാം തീയതി അവർ അവരുടെ ടെന്റ് ഒരാൾ മലനിരകളിലെ ഖോലത് സയാക്കൽ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചു. അതിനുശേഷം അവരുമായി കോണ്ടാക്ട് ഇല്ലാതായി. 15 ദിവസം കഴിഞ്ഞ് സെർച്ച് ടീം തങ്ങളുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. അവിടെ അവർ കണ്ടത് ഭീതികരമായ ദൃശ്യങ്ങളായിരുന്നു. ടെന്റ് അകത്തു നിന്നും തുറന്ന നിലയിൽ കാണപ്പെട്ടു. അതിനുള്ളിൽ നിന്നും മഞ്ഞിൽ തിരിഞ്ഞോടിയ ചുവപ്പുള്ള കാൽപ്പാടുകൾ. കുറച്ചു ദൂരം 2 യുവാക്കൾ ഉടുപ്പില്ലാതെ മരിച്ച നിലയിൽ കണ്ടു. പിന്നെ മറ്റു 4 പേരെയും തണുപ്പിലും മഞ്ഞിലും കിടക്കുന്നതായി കണ്ടെത്തി. ഒരു പെൺകുട്ടിക്ക് നാക്കും കണ്ണുകളും ഇല്ലായിരുന്നു. മറ്റു ചിലർക്ക് ഇന്റേണൽ ഇഞ്ചുറീസ്. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. ഇതിന് കാരണമായി പല തിയറികളുണ്ട്. തിയറി നമ്പർ 1, അവലാഞ്ചി അറ്റാക്ക്. ടെന്റ് മഞ്ഞിടിച്ചിൽ മൂലമാണ് തകർന്നത് എന്ന് ചിലർ പറയുന്നു. പക്ഷേ അവരുടെ ഇഞ്ചുറീസ് അവലാഞ്ചി കൊണ്ടുണ്ടാകുന്ന ഒരു ടിപ്പിക്കൽ പാറ്റേണിലല്ല. തിയറി നമ്പർ 2, ഏലിയൻ കോണ്ടാക്ട് അല്ലെങ്കിൽ UFO എൻകൗണ്ടർ. പരിസര പ്രദേശങ്ങളിലുള്ളവർ പറയുന്നത് ആ രാത്രിയിൽ ഒരു സ്ട്രേഞ്ച് ഓറഞ്ച് ലൈറ്റ് ആകാശത്ത് കണ്ടു എന്നാണ് പറയുന്നത്. ഈ മരിച്ചവരുടെ ശരീരത്തിലാണെങ്കിൽ ഹൈ റേഡിയേഷൻ കണ്ടെത്തിയിരുന്നു. തിയറി നമ്പർ 3, മിലിറ്ററി വെപ്പൺ ടെസ്റ്റിംഗ്. റഷ്യൻ ഗവൺമെന്റ് സൈനിക പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു ആ പ്രദേശത്ത്. ചിലപ്പോൾ ഈ പരീക്ഷണത്തിന്റെ ഫലമായി സംഭവിച്ചതായിരിക്കാം ഇത്. തിയറി നമ്പർ 4, ഇൻഫ്രാസൗണ്ട് പാനിക്. വ്യത്യസ്തമായ ശബ്ദതരംഗങ്ങൾ മനസ്സിൽ പരനോവ ഉണ്ടാക്കാം. ഒടുവിൽ അവർ ആശയക്കുഴപ്പത്തിൽ ടെന്റ് വിടുകയും അതിശൈത്യത്തിൽ മരിക്കുകയും ചെയ്തു കാണാം. സോവിയറ്റ് സർക്കാർ തത്സമയം തന്നെ ഇൻവെസ്റ്റിഗേഷൻ വൈൻഡപ്പ് ചെയ്തു. കേസ് എ മിസ്റ്റീരിയസ് നാച്ചുറൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടി. പക്ഷെ എന്താണ് ആ ശക്തി? ഇതുവരെ അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല. ഡൈറ്റ്ലോവ് പാസിൽ ഇന്നും അതേ മഞ്ഞും ആ കാറ്റും വീശുന്നു. പക്ഷെ ആ യാത്രക്കാരുടെ അന്ത്യം ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ആർക്കും അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതുക. നിങ്ങൾക്ക് തികച്ചും വിശ്വസിക്കാനാവുന്ന തിയറി ഏതാണ്? അടുത്തൊരു എപ്പിസോഡുമായി ഉടൻ വരുന്നു. എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുമെന്നും കമന്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനലിന്റെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി.